വെൽക്കം ബാക്ക്. സിമ്പിൾ എയർ റെഫ്രിജറേഷൻ സൈക്കിളാണ് നമ്മൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ വിത്ത് ഇവാപ്പറേറ്റർ ആൻഡ് വിത്തൗട്ട് ഇവാപ്പറേറ്റീവ് കൂളിംഗ് നമ്മളുടെ ഡിസ്കഷൻ കഴിഞ്ഞ് അതിൻ്റെ പ്രോബ്ലംസ് ഉണ്ട്. ആ പ്രോബ്ലംസ് നല്ല വ്യക്തമായിട്ട് പഠിക്കുക. അപ്പോൾ മാത്രമേ നമുക്കൊരു കോൺസെപ്റ്റ് ക്ലിയർ ആവുള്ളൂ പ്രോബ്ലം ചെയ്ത് കഴിയുമ്പോൾ. ഓക്കെ, അതുപോലത്തെ ഒരു പ്രോബ്ലം ആണ് ഈ ചെയ്യുന്നത്. പ്രോബ്ലം അറ്റാക്ക് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് ഫസ്റ്റിൽ തന്നെ നമ്മുടെ ടി എസ് ഡയഗ്രം വരയ്ക്കുക എന്നുള്ളതാണ്. പി വി ഡയഗ്രം അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ടി എസ് ഡയഗ്രം ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. സോ our first aim is to draw the TS diagram properly and mark all the salient points and get all the data. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ട് പ്രൊസീഡ് ചെയ്യാൻ പറ്റുള്ളൂ. So our first aim is to draw the TS diagram. So that you have to read the question thoroughly at least 2 or 3 times. അപ്പോൾ മാത്രമേ ക്ലിയർ ഐഡിയ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് പോകാം. An aircraft refrigeration plant has to handle a cabin load of 25 tons. അതായത് നമ്മുടെ ക്യാബിൻ ലോഡ് ആണ് നമുക്കിപ്പോൾ തന്നേക്കുന്നത് 25 ടൺ ആണെന്നുള്ളത്. അതായത് എൻ്റെ ഫുൾ ക്യാബിനിൽ എത്രത്തോളം റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് എനിക്ക് വേണം, എന്താണ് എൻ്റെ റിക്വയർഡ് റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ്, അതാണ് ഈ തന്നേക്കുന്നത് 25 ടൺസ്. നമുക്ക് ആദ്യമേ ക്യാബിൻ ലോഡ് എന്നാണ് ഇറങ്ങിയിരിക്കുന്നതെങ്കിൽ നമ്മുടെ റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. സോ വി റൈറ്റ് 25 ടൺ. അതിനെ നേരെ കൺവേർട്ട് ചെയ്യുക. 25 ടൺ എത്ര കിലോ വാട്ട് ആണെന്നുള്ളത്. 25 into 3.9 which will be equal to 97.5 കിലോ വാട്ട്. ഇതാണ് നമുക്ക് ഫസ്റ്റ് തന്നേക്കുന്ന ഡാറ്റ. അതായത് നമ്മുടെ സ്പേസിന്റെ എത്രത്തോളം കൂളിംഗ് വേണം എന്നുള്ളതാണ് ഫസ്റ്റ് സെന്റൻസിൽ തന്നേക്കുന്ന ഡാറ്റ. അടുത്ത് തന്നേക്കുന്നത് the atmospheric temperature is 16 degree Celsius. അതായത് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ, നമ്മുടെ എയർക്രാഫ്റ്റ് ആണ്, അത് ഫ്ലൈറ്റിലാണെന്നും വിചാരിക്കുക. ആ സമയത്ത് പുറമേ ഉള്ള എയറിന്റെ ടെമ്പറേച്ചർ ആണ് 16 ഡിഗ്രി സെൽഷ്യസ് തന്നേക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ വരച്ച് പ്ലോട്ട് ചെയ്ത് തുടങ്ങാം. ഫസ്റ്റിലെ തന്നെ നമുക്ക് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ആണ് തന്നേക്കുന്നത്. സോ 1 എന്നുള്ള പോയിന്റ് നമുക്ക് അറിയാം. ആ 1 എന്നുള്ള പോയിന്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തു. 1 എന്നുള്ള പോയിന്റ് ഇവിടെയാണെന്ന് അസ്യൂം ചെയ്തു. അപ്പോൾ അതൊരു കോൺസ്റ്റന്റ് പ്രഷർ കർവിൽ കൂടെയാണ് പാസ് ചെയ്യുക. സോ ആ കോൺസ്റ്റന്റ് പ്രഷർ കർവ് നമുക്ക് ഒന്ന് വരയ്ക്കാം. So it will come around like this. അതായത് 1 എന്നുള്ള പോയിന്റ് ആണ്. ആ 1 എന്നുള്ള പോയിന്റിൽ നിന്നാണ് നമ്മൾ എയർ അകത്തേക്ക് ആദ്യമായിട്ട് എടുക്കുക. അതിന്റെ ടെമ്പറേച്ചർ വന്നിട്ടുണ്ട് 16 ഡിഗ്രി സെൽഷ്യസ്. സോ T1 is given as 16 degree Celsius. We convert it to Kelvin. So 273 plus 16, that is 289 Kelvin. അത്രയും വരും ടെമ്പറേച്ചർ 1. അടുത്ത് നിൽക്കുന്നത് the atmospheric air is compressed to a pressure of 0.96 bar and temperature of 29 degree Celsius due to ram action. അതായത് നമ്മുടെ എയർ റാമിംഗ് വഴി ഒരു പ്രഷറിലേക്കും ടെമ്പറേച്ചറിലേക്കും എത്തുന്നു എന്നുള്ളതാണ്. അതാണ് നമ്മൾ അടുത്തത് വരയ്ക്കാൻ പോകുന്നത്. അതൊരു എന്ത് പ്രോസസ് ആയിരിക്കും? ഐസെൻട്രോപിക് പ്രോസസ് ആയിരിക്കും. നേരെ ക്വസ്റ്റ്യൻ ഒന്ന് ഓടിച്ചു വിടുക. എവിടെയെങ്കിലും റാമിംഗ് എഫിഷ്യൻസി തന്നിട്ടുണ്ടോ എന്ന് നോക്കുക. റാമിംഗ് എഫിഷ്യൻസി ഇല്ല എങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് വെർട്ടിക്കൽ ലൈൻ ആയിട്ട് അതിനെ റെപ്രസെന്റ് ചെയ്യാം. സോ വി ഡ്രോ എ വെർട്ടിക്കൽ ലൈൻ ഫ്രം 1 to 2. അതായത് നമുക്ക് വേണ്ട പ്രഷർ റൈസിന്റെ ഒരു പെർട്ടിക്കുലർ പോർഷൻ നമുക്ക് എങ്ങനെ കിട്ടി? റാമിംഗ് ആക്ഷൻ വഴി കിട്ടി. ആൻഡ് വി റെപ്രസെന്റ് ദാറ്റ് ലൈൻ, that point using the number 2. ഓക്കെ, അപ്പൊ ഈ T2 എന്നുള്ള പോയിന്റിലെ ടെമ്പറേച്ചറും നമുക്കറിയാം, എവിടെ വരെയാണോ പ്രഷർ എന്നുള്ളതും നമുക്കറിയാം. സോ വി റൈറ്റ് ടെമ്പറേച്ചർ അറ്റ് ദിസ് പോയിന്റ് ഇസ് ഗിവൺ ആസ് T2 as നമുക്ക് തന്നിരിക്കുന്നത് 29 degree Celsius and 0.96 bar. So 29 degree Celsius when converted to Kelvin become 302 Kelvin. Also the pressure is also given. P2 is 0.96 bar. Okay, so 0.96 bar. Next we are going to represent in this line. We'll use a curve that will be something like this.
So P2 is given, and we represent that here also, P2, and this is P1. ഓക്കെ, അപ്പോൾ റാമ്പിങ് ആക്ഷൻ കഴിഞ്ഞുള്ള ടെമ്പറേച്ചറും കിട്ടി, പ്രഷറും കിട്ടി ടിൽ ദിസ് പോയിന്റ് 1 and 2. അടുത്തത് തന്നിരിക്കുന്നത് the air is then further compressed in a compressor to 4.8 bar. അതായത് കംപ്രസറിൽ കംപ്രസ് ചെയ്യുന്നത് 4.8 ബാർ വരെയാണ്. അതായത് 2 എന്നുള്ള പോയിന്റിൽ നിന്നും നമ്മൾ കംപ്രസ് ചെയ്ത് 3 എന്നുള്ള പോയിന്റിൽ എത്തുക. അവിടുത്തെ പ്രഷറാണ് 4.8 ബാർ. So we write P3 is equal to 4.8 bar. അപ്പോൾ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക, P3 തന്നിട്ടുണ്ട് 4.8 ബാർ. അപ്പോൾ കംപ്രസറിൽ കൂടെ പാസ് ചെയ്തപ്പോഴാണ് ആ പ്രഷർ റൈസ് കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ട്. നോർമലി ഓൾ കേസസിൽ ഐഡിയൽ ആകാൻ ഒരു ചാൻസും ഇല്ല. എഫിഷ്യൻസി ഓഫ് ദ കംപ്രസർ ആൻഡ് എഫിഷ്യൻസി ഓഫ് ദ എക്സ്പാൻഡർ അല്ലെങ്കിൽ ടർബൈൻ വിൽ ഓൾവേസ് ബി ഗിവൺ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഒരു ലൈൻ ഉണ്ടാവും, നോക്കുക. ദ ഐസെൻട്രോപിക് എഫിഷ്യൻസീസ് ഓഫ് ബോത്ത് compressor and turbine are 0.9, which means even though we draw a straight line, vertical line like this, but that won't be the actual scenario. There will be another curve for a higher pressure. അതൊന്ന് represent ചെയ്യാം. First we'll draw the constant pressure or constant entropy line that will go till P3. ഇത് P3 വരെ ഉള്ളതെന്ന് വിചാരിക്കുക. So we represent the P3 line here. So this will be our compressed pressure P3. So P2 തൊട്ട് P3 വരെ നമുക്ക് വരയ്ക്കാം. പക്ഷെ നമുക്കറിയാവുന്ന കാര്യമാണ്, അത് ഒരു എഫിഷ്യൻസി ഉണ്ട് 0.9. So we'll get some other point 3 dash or 3 star somewhere here. So next we are going to find that point 3 star. അതിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം 3 star എന്ന് റെപ്രസെന്റ് ചെയ്യാം. ബട്ട് വി ഡോണ്ട് നോ വേർ ഇസ് ദിസ് 3 star. അത് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മളെ ആര് സഹായിക്കുക, ആ എഫിഷ്യൻസി സഹായിക്കുക. സോ ഇതിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ ഒരു ഡോട്ടഡ് ലൈൻ ഉപയോഗിക്കാം. സോ വി റൈറ്റ് ഒരു ഡോട്ടഡ് ലൈൻ, ഒരു ഡോട്ടഡ് ലൈൻ ഉണ്ട്. 2 to 3ക്ക് പകരം 2 to 3 star. ഇനി നമുക്ക് ശ്രദ്ധിക്കാം, എഫിഷ്യൻസി നോക്കുക 0.9 ആണെന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ആ 0.9 ആകണമെങ്കിൽ ഇവിടെ നോക്കുമ്പോൾ 3 എന്നുള്ള പോയിന്റ്, 2 എന്നുള്ള പോയിന്റ്, 3 star എന്നുള്ള പോയിന്റ്, T3 മൈനസ് T2 അത് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. കാര്യം ടെമ്പറേച്ചർ ആണ് y ആക്സിസിൽ. T3 ഈസ് ലെസ് ദാൻ 3 star. സോ എന്തായാലും നമുക്ക് ആ എഫിഷ്യൻസി എഴുതുന്ന സമയത്ത് T3 മൈനസ് T2 എന്നുള്ള സ്മോൾ വാല്യൂ ആയിരിക്കും ന്യൂമറേറ്ററിൽ, T3 സ്റ്റാർ മൈനസ് T2 എന്നുള്ള വാല്യൂ ആയിരിക്കും ഡിനോമിനേറ്ററിൽ. അങ്ങനെ ഓർക്കുക, കൺഫ്യൂഷൻ ആകരുത്. ഇക്വേഷൻ തെറ്റിയാൽ നമ്മുടെ വാല്യൂ തെറ്റും. സോ അത് എക്സ്ട്രീം കെയർഫുൾ ആയിരിക്കുക. സോ T3 മൈനസ് T2 divided by T3 minus T2 divided by T3 star minus T2. ഇതിന്റെ വാല്യൂ ആണ് നമുക്ക് തന്നേക്കുന്ന എന്ത് എഫിഷ്യൻസി 0.9. ഓക്കെ, ഇതിൽ നമുക്ക് T3 നോൺ ആണ്, T3 അൺനോൺ ആണ്, T2 നോൺ ആണ്, T3 star is also unknown, T2 is also unknown. അപ്പോൾ T3 കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മളുടെ അടുത്ത ടാസ്ക്. ബട്ട് വി ഓൾറെഡി നോ വാട്ട് ഈസ് P3 ആൻഡ് P2. അതായത് കംപ്രസറിലെ ലോ പ്രഷർ ആൻഡ് ഹൈ പ്രഷർ വി ഓൾറെഡി നോ, അല്ലെങ്കിൽ കംപ്രഷൻ റേഷ്യോ നമുക്കറിയാം. ആൻഡ് T2 is also known. So using our PT relations, using adiabatic reversible adiabatic പ്രോസസ്സിന്റെ PT റിലേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ സാധിക്കും, നമുക്ക് T3 കണ്ടുപിടിക്കാൻ പറ്റും. അതായത് you already know the equation, higher temperature final minus divided by initial temperature is equal to final pressure by initial pressure all raised to n എന്ന് ഞാൻ റെപ്രസെന്റ് ചെയ്യുകയാണ്, ബട്ട് ആക്ച്വലി ഇറ്റ് ഈസ് ഗാമ n minus 1 by n.
Okay, in this we already know T2, P3, P2 and N. N ന്റെ വാല്യൂ നമുക്കറിയാം 1.4 ആണ്. Why? Because this is air. എയറിന്റെ സ്പെസിഫിക് ഹീറ്റ് റേഷ്യോയുടെ വാല്യൂ അല്ലെങ്കിൽ അഡിയാബാറ്റിക് റേഷ്യോന്റെ വാല്യൂ ആണ് 1.4. So from this we can find the value of T3. ഞാനിപ്പോൾ T3ക്ക് വാല്യൂ കണ്ടുപിടിച്ചത് എഴുതുകയാണ്. നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചാലേ ഉത്തരം കിട്ടുള്ളൂ. വീഡിയോ ഷോർട്ട് ആക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ആ സബ്സ്റ്റിറ്റ്യൂട്ടും കൂടെ ചെയ്തതിനെ ദയവ് ചെയ്ത് തന്നെ ചെയ്യുക. 478.3 Kelvin will get the value of T3. So after we find the T3, we can substitute here and find the T3 star. അതായത് ഈ പോയിന്റിലെ ടെമ്പറേച്ചർ അറിയാം, നമുക്ക് 3 സ്റ്റാറിലെ ടെമ്പറേച്ചർ കണ്ടുപിടിക്കണം. So we substitute the value of T3, T2 and 0.9 and find the T3 star. Okay, so after that we can find substitute T3 into here and we'll get value of T3 star as എന്താ കിട്ടുക 497.9 Kelvin എന്ന് T3 സ്റ്റാറിന്റെ വാല്യൂ കിട്ടും. ഓക്കെ, അത്ര നമുക്ക് കണ്ടുപിടിച്ചു. ഇനി അടുത്ത സെന്റൻസിലേക്ക് പോവുക. The air is further compressor to 4.8 bar കഴിഞ്ഞു and cooled in a heat exchanger to 66 degrees Celsius. ഓക്കെ, ഇതിന് ഹീറ്റ് എക്സ്ചേഞ്ചർ ഏത് പ്രോസസ്സാണ്? 3 സ്റ്റാറിൽ നിന്നും ഇതിലേക്ക് കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ് ആണ് നമ്മുടെ heat exchanger. So the point 4 will come somewhere right here. Okay, so we write the point 4 here. ആ 3 സ്റ്റാർ ആണ് നമ്മുടെ ഇപ്പോഴത്തെ ആക്ച്വൽ കേസ്. 3 എന്ന് പറയുന്നത് ഐഡിയൽ കേസ് ആണ്, അതുകൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവും ഇല്ല. നമുക്ക് ആകെ ഉള്ളത് റിക്വയർഡ് ആയിട്ടുള്ളത് നമ്മുടെ റിയൽ കേസ് സിനാരിയോ ആണ് 3 സ്റ്റാർ. സോ ഫ്രം 3 സ്റ്റാർ ടു 4 ആണ് നമ്മുടെ ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കുക. ഇൻസ്റ്റെഡ് ഓഫ് 3 to 4 the heat exchange happens in 3 star to 4. അപ്പോൾ നമുക്കറിയാം ഈ ടെമ്പറേച്ചർ അതായത് തന്നേക്കുന്നത് ഇറ്റ് ഈസ് കൂൾഡ് ഇൻ എ ഹീറ്റ് എക്സ്ചേഞ്ചർ ടു 66 ഡിഗ്രി സെൽഷ്യസ്. അതിൻ്റെ അർത്ഥം നമുക്ക് തന്നേക്കുന്ന P4ന്റെ വാല്യൂ ആണ് 66 ഡിഗ്രി സെൽഷ്യസ്. അതിനെ കൺവേർട്ട് ചെയ്ത് നമുക്ക് കെൽവിനിലേക്ക് ആക്കുമ്പോൾ എത്ര കിട്ടും? 339 Kelvin will obtain the value of T4. We get the value of T4 as 339. After getting T4, നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? തന്നേക്കുന്നുണ്ട്. It is expanded in a turbine to 1 bar pressure and supplied to the cabin. അതായത് 4 എന്നുള്ള പോയിന്റിൽ നിന്നും 1 bar പ്രഷറിലേക്ക് എക്സ്പാൻഡ് ചെയ്തേക്കുന്നതാണ്. Compression we know it is going up and expansion it will be coming down. So it will be a straight line because it is expansion, it was reversible and adiabatic and it is expanded to 1 bar എന്നാണ് പറഞ്ഞേക്കുക. But we already know P2 is 0.96 bar. So the 1 bar pressure will come somewhere above P2. So let me write this as our next pressure. അതായത് P4ൽ നിന്നും എക്സ്പാൻഡ് ചെയ്യുക P5ലേക്ക് ആയിരിക്കും. So this P5ന്റെ വാല്യൂ നമുക്കറിയാം 1 bar. Why? It is given, it is expanded in a turbine to 1 bar pressure. So the value of P5 is given as 1 bar. So you already know P5. Okay, അപ്പോൾ P5 വരയ്ക്കാം. From 4 it will be a vertical line till the pressure P5. So this point is 5. Even though this point is 5, we already know the isentropic efficiency of both compressor and turbine are 0.9. So this is the ideal case. The 4 to 5 is the ideal case, but in actual there is another point 5 star which will be less than, the pressure will be greater than 5 star because this is expanding. അതായത് 4 to 5 നേക്കാൾ ചെറിയൊരു എക്സ്പാൻഷൻ ആയിരിക്കും
നമ്മൾ ടർബൈനിൽ നടക്കുക. കാര്യം ടർബൈൻ്റെ എഫിഷ്യൻസി 90% ഉള്ളൂ എന്ന് നമുക്കറിയാം. സോ വിൽ ഹാവ് ടു ഫൈൻഡ് ദ 5 സ്റ്റാർ പോയിന്റ്. നമുക്ക് T5 ടെമ്പറേച്ചർ അറിയില്ല, ബട്ട് വി നോ T6. ഓക്കെ, പക്ഷെ നമുക്ക് T4ലെ ടെമ്പറേച്ചർ അറിയാം 339. T5 temperature is unknown and pressure at the point 4 is also known. P5 is also known. So this is a reversible adiabatic process. So again we can use the PT relations. Final temperature by initial temperature is equal to the ratio of final pressure and initial pressure all raised to adiabatic constant minus 1 divided by n. From here we can find the value of T5. Temperature at T5 can be obtained using this relation. So the T5 we will obtain because we already know T4. T4 is 339 Kelvin. P5 is known. P5 is 1 bar. P4 is known because P4 is equal to P3, and P3 we already know what is P3, 4.8 bar, and the value we know 1.4. From there we can find the value of temperature at the point 5 was 216.5 Kelvin. So we know the value of temperature at the point 5, T5 we know. ഇനിയാണ് നമുക്ക് നമ്മുടെ എഫിഷ്യൻസി ഇക്വേഷൻ എഴുതാൻ പറ്റുക. എഫിഷ്യൻസി ഓഫ് ദി ടർബൈൻ, എഫിഷ്യൻസി ഓഫ് ടർബൈൻ ഇത് ടെമ്പറേച്ചറിന്റെ റേഷ്യോയുടെ ടേംസിൽ നമുക്ക് എഴുതാം. അതായത് T4 ഉണ്ട്, T5 ഉണ്ട്. ബട്ട് വി നോ there is a point 5 star which will be greater than the value of 5. It will come around here. ഇവിടെ എങ്ങാണ്ട് എത്തുന്ന ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ ഉണ്ട്. The value is 5 star. Why? As നമുക്ക് even though the turbine is supposed to go till 0.5, it will not go because the efficiency is 0.9. So it will come above the point 5, and the point will be called as 5 star. So we call this as 5 star. Okay. My efficiency of the turbine equation എഴുതുമ്പോൾ okay curve കാണിക്കാൻ പറ്റും. 4 എന്നുള്ള പോയിന്റ്, അതായത് 2ൽ നിന്ന് 3ലേക്ക് പോയപ്പോൾ കൂടുതൽ കംപ്രഷൻ വേണ്ടി വന്നു. പക്ഷെ 4ൽ നിന്ന് 5ലേക്ക് വന്നപ്പോൾ കംപ്രഷൻ കുറവായിരിക്കും. ഇങ്ങോട്ടേക്കാണ് പോയതെങ്കിൽ കംപ്രഷൻ കൂടുതൽ കിട്ടിയേനെ. പക്ഷെ റൈറ്റിലേക്ക് പോകുമ്പോൾ നമുക്ക് എക്സ്പാൻഷൻ കുറവായിരിക്കും. സോ we will draw this line. Okay, efficiency of the turbine which can be written as the ratio of T4 minus T5 star. അതാണ് ന്യൂമറേറ്ററിൽ വരിക. കാര്യം ഇതാണ് ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ. T4 എന്നുള്ളത് ഹൈ ടെമ്പറേച്ചർ ആണ്, ബട്ട് T5 star is greater than T5. So this difference will be greater, right? This difference will be lesser than the difference between T4 and T5. അങ്ങനെയാണ് ഇത് മനസ്സിലാക്കാനുള്ള ഒരു ഷോർട്ട് കട്ടാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ അത് ഡൗട്ട് ഇല്ലാണ്ട് നമുക്ക് എക്സാമിനാണെങ്കിലും എഴുതാൻ പറ്റും. So T4 minus T5. The difference T4 minus T5 is greater than the difference of T4 and T5 star. So the efficiency of the turbine, which is the value, is given as 0.9. So we already know the value of T5, T4 and T5 we know because T4 is 339 Kelvin, T5 is 216 Kelvin. So from this we can find the value of the temperature T5 star. We know the value of we will find the value of T5 star. And the value നമുക്ക് കിട്ടും 228.7 Kelvin. So we found the temperature at the point 5 star. Okay. നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. The air leaves the cabin at a temperature of 26 degree Celsius. അപ്പോൾ ഈ T5 സ്റ്റാറിനെ പിന്നീട് ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി ക്യാബിനിൽ കൂടി പാസ് ചെയ്ത് ആ ക്യാബിനിലെ അവസാനത്തെ സമയത്തെ ടെമ്പറേച്ചർ നമുക്കറിയാം T6. അതായത് T5 സ്റ്റാർ തൊട്ട് T6 വരെയുള്ളതാണ് നമ്മളുടെ ഹീറ്റ് അബ്സോർപ്ഷൻ. ആ ഫൈനൽ ടെമ്പറേച്ചർ ആണ് തന്നേക്കുന്നത് 26 ഡിഗ്രി സെൽഷ്യസ്. അതിനെ കെൽവിനിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ 299 Kelvin.
ഇത്രയും കാര്യങ്ങൾ നമുക്ക് ക്വസ്റ്റിനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ക്വസ്റ്റിനിൽ നിന്ന് മനസ്സിലാക്കുന്നതിന്റെ കൂടെ എൻ്റെ അപ്രോച്ച് ഇങ്ങനെയാണ്, നമുക്ക് ഓരോന്നും കിട്ടുന്ന അനുസരിച്ച് ഓരോ സാലിയന്റ് പോയിന്റ്സ് കണ്ടുപിടിച്ച് പോകുക എന്നുള്ളതാണ്. ബിക്കോസ് we know the value of T1, it is given. Okay, T2 is given and P2 is also given. Then P3 is also given. ഇതെല്ലാം തന്നിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് 3 എന്നുള്ള പോയിന്റ് അറിയാം. സോ യൂസിങ് ദ എഫിഷ്യൻസി വിൽ ഫൈൻഡ് 3 സ്റ്റാർ. പക്ഷെ 3 സ്റ്റാർ കണ്ടുപിടിക്കാൻ വേണ്ടി 3 ടെമ്പറേച്ചർ നമുക്കറിയില്ല. സോ PT റിലേഷൻസ് ഉപയോഗിച്ചിട്ട് T3 നമ്മൾ കണ്ടുപിടിച്ചു. അതിനുശേഷം ഫർദർ പോയി 3 സ്റ്റാറിൽ നിന്ന് 4ലേക്ക് പോയി. 4ലെ ടെമ്പറേച്ചർ നമുക്ക് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്. സോ വി നോ T4 ആൻഡ് സെയിം പ്രഷർ ആണ്. T4 അറിയാം, പക്ഷെ T5 അറിയില്ല, 5 സ്റ്റാർ അറിയില്ല. പക്ഷെ നമുക്ക് ഈ പ്രഷറിന്റെ റേഷ്യോ അറിയാം. ബിക്കോസ് 1 ബാർ പ്രഷറിലേക്കാണ് എക്സ്പാൻഷൻ നടക്കുന്നതെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. സോ P5 ഈസ് 1 ബാർ. അവിടെ നിന്ന് നമ്മൾ T5 കണ്ടുപിടിച്ചു. 5 എന്നുള്ള പോയിന്റിലെ ടെമ്പറേച്ചർ കണ്ടുപിടിച്ചു. പിന്നീട് നമുക്കറിയാം എഫിഷ്യൻസി ഓഫ് ദ ടർബൈൻ ഈസ് ഗിവൺ. സോ യു ക്യാൻ ഈസിലി ഫൈൻഡ് 5 സ്റ്റാർ പോയിന്റ്. അങ്ങനെ 5 സ്റ്റാർ പോയിന്റ് കിട്ടി. 6th പോയിന്റ് ഡയറക്റ്റ് ക്വസ്റ്റിനിൽ നിന്ന് തന്നിട്ടുണ്ട്. സോ നമുക്ക് തന്ന കാര്യങ്ങളെല്ലാം നമ്മൾ എഴുതി. അൺനോൺ ആയിട്ടുള്ള പ്രഷേഴ്സ് ആൻഡ് ടെമ്പറേച്ചേഴ്സ് വി ഫൗണ്ട് ഔട്ട്. ഇനി ക്വസ്റ്റിനിലേക്ക് കടക്കാം. ദ മാസ് ഓഫ് ദ എയർ സർക്കുലേറ്റഡ് പെർ മിനിറ്റ്. എത്രത്തോളം എയർ ആണ്, എയറിൽ എത്ര വെയിറ്റ്, എത്രത്തോളം മാസ് ഓഫ് ദ എയർ ആണ് സർക്കുലേറ്റ് ചെയ്തത് ഇത്രയും കൂളിംഗ് കിട്ടാൻ വേണ്ടി. ഇത്രയും കൂളിംഗ് കിട്ടാൻ വേണ്ടി എന്നുള്ളത് ക്വസ്റ്റിനിൽ സ്പെസിഫൈഡ് ആണ്. സോ എത്രത്തോളം കൂളിംഗ് ഉണ്ടെന്ന് ഓൾറെഡി നമുക്ക് അറിയാം. 25 ടൺ കൂളിംഗ് ആണ് നമ്മുടെ ക്യാബിനിലുള്ളത്. സോ വി നോ ഹൗ മച്ച് ദ കൂളിംഗ് ഇസ് 25 ടൺ. ഈ 25 ടൺ അബ്സോർബ് ചെയ്യുന്നത് എവിടെയാണ്? ഞാൻ 6th പോയിന്റ് മാർക്ക് ചെയ്തിട്ട് 1 സെക്കൻഡ്. 6th പോയിന്റ് വിൽ കം സംവെയർ here. 6. Okay. നമ്മുടെ ചോദ്യത്തില് 5 സ്റ്റാർ തൊട്ട് 6 വരെയാണ് നമ്മുടെ ഹീറ്റ് അബ്സോർപ്ഷൻ നടക്കുക. കാര്യം നമുക്ക് ഓൾറെഡി അറിയാം. നമുക്ക് ഹീറ്റ് റിജക്ഷൻ നടക്കുക 3 സ്റ്റാർ ടു 4 ആണ്. ഹീറ്റ് അബ്സോർപ്ഷൻ നടക്കുക ആക്ച്വലി 3 to 4 ആണ്. പക്ഷേ ഐസെൻട്രോപിക് എഫിഷ്യൻസി ഓഫ് ദ കംപ്രസർ കാരണം 3 സ്റ്റാർ ടു 4 ആണ് റിജക്ഷൻ സംഭവിക്കുക. അതുപോലെ നമ്മുടെ ഹീറ്റ് അബ്സോർപ്ഷൻ സംഭവിക്കുന്നത് 5 to 6ലാണ്. പക്ഷേ എഫിഷ്യൻസി ഓഫ് ദ ടർബൈൻ കാരണം 5 സ്റ്റാർ ടു 6 ആണ് ഹീറ്റ് ട്രാൻസ്ഫർ സംഭവിക്കുക. അപ്പം അവിടെ സംഭവിക്കുന്ന ഹീറ്റ്, ഇവിടെ എനിക്ക് അകത്തേക്ക് കുറച്ച് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നുണ്ട് നമ്മുടെ എയർക്രാഫ്റ്റിൽ നിന്ന്. ഈ ഹീറ്റ് എത്രത്തോളമാണെന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രത്തോളമാണ്? ഇവിടെ നമ്മൾ അബ്സോർബ് ചെയ്യുന്ന ഹീറ്റ് ആണ് 25 ടൺ എന്നുള്ളത്. സോ വി നോ ദ റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് ആസ് 25 ടൺ which is equal to 97.5 kilowatt. So the refrigerating effect is known. ഇതിന്റെ ഇക്വേഷൻ എന്തായിരിക്കും? അപ്പോൾ നമുക്ക് 6 തൊട്ട് 5 സ്റ്റാർ വരെയുള്ള ഈ ഏരിയയിലാണ് ഹീറ്റ് അബ്സോർബ് ചെയ്യുക. അവിടുത്തെ അബ്സോർബ് ചെയ്യുന്ന ഹീറ്റിന്റെ ഇക്വേഷൻ വി നോ m into Cp of air into the temperature difference. Temperature difference എന്ന് വെച്ചാൽ T6 വരെയാണ് ഹീറ്റ് അബ്സോർബ് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്യുന്നത് 5 സ്റ്റാർ തൊട്ട്. സോ T6 മൈനസ് T5 സ്റ്റാർ. ഒരിക്കലും T5 എടുത്തത്, കാര്യം നമ്മൾ റിയാലിറ്റി വെച്ചിട്ടാണ് പ്രോബ്ലംസ് ചെയ്യുക. തിയററ്റിക്കലി വി ക്യാൻ സീ ദാറ്റ് it will be from 5 to 6, but in actual case efficiency of the compressor is given. So the 5 point is അതിന് ഒരു വാലിഡിറ്റി പോലും ഇല്ല. 5 സ്റ്റാർ ആണ് നമ്മൾ സ്ഥിരം എടുക്കുക. അതുപോലെ 3യും 3 സ്റ്റാറും തമ്മിൽ ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് 3 സ്റ്റാർ എടുത്തേ പറ്റുള്ളൂ. കാര്യം നമുക്ക് ആക്ച്വൽ കേസിലാണ് പ്രോബ്ലംസ് ചെയ്യുക. ഐഡിയൽ കേസിൽ വി ക്യാൻ സേ 5 to 6 ആണ് ഹീറ്റ് അബ്സോർപ്ഷൻ, അല്ലെങ്കിൽ 3 to 4 ആണ് ഹീറ്റ് റിജക്ഷൻ എന്ന്. പക്ഷെ in actual case the heat rejection is from 3 star to 4 and heat absorption is from 5 to 6. Okay. The refrigerating effect in the equation നമുക്കറിയാം Cp into T6 minus T5 star. ഇതിൽ m unknown ആണ്. Cp is known. Cp യുടെ വാല്യൂ നമുക്ക് തന്നിട്ടില്ല. But we already know Cp of air എത്രയാണെന്നുള്ളത് അറിയാം. 1.005 kilojoule per kilogram Kelvin. ഇത്രയാണ് Cp of airന്റെ വാല്യൂ.
റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് കിലോ വാട്ടിൽ എഴുതിയ കിലോ വാട്ട് ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. I'm just reminding you, 1 കിലോവാട്ടിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? Equal to 1 കിലോജൂൾ പെർ സെക്കൻഡ്. കിലോ വാട്ടിന്റെ SI യൂണിറ്റ് ആണ് കിലോ വാട്ട്, അതിന്റെ കിലോജൂൾ പെർ സെക്കൻഡ് ആണ് ഒരു കിലോ വാട്ട് എന്നുള്ളത്. സോ റെഫ്രിജറേറ്റിംഗ് എഫക്ട് ഈസ് ഗിവൺ ഇൻ കിലോജൂൾസ് പെർ സെക്കൻഡ്. റെഫ്രിജറേറ്റിംഗ് എഫക്റ്റിന്റെ യൂണിറ്റ് ഈസ് കിലോജൂൾ പെർ സെക്കൻഡ്. മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം. So mass unit is യൂണിറ്റ് എഴുതുക. This unit is very important. നമുക്ക് യൂണിറ്റ് മാത്രം വെച്ച് നമുക്ക് ആ ഇക്വേഷൻ ഇവൻ മറന്നു പോയാൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. Kilogram, Kelvin, and this is Kelvin. So while finding out, we'll get the refrigerating effect in the equation. നമുക്കറിയാം 97 എത്രയാണെന്നറിയാം, 97.5 കിലോവാട്ട് അല്ലെങ്കിൽ കിലോ ജൂൾസ് പെർ സെക്കൻഡ്. 97.5 kilojoule per second is equal to m into Cp is 1.005 into delta T. T6 minus T5 star. T6 ന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു, നമുക്ക് തന്നിട്ടുണ്ട് 299 minus T5 star വാല്യൂ നമുക്ക് കണ്ടുപിടിച്ചു 228.7. Okay, from this we can determine the value of m. M will be 97.5 divided by 1.005 into this value. അതിന്റെ യൂണിറ്റ് എന്താണെന്നുള്ളതാണ് ഞാൻ യൂണിറ്റ് എഴുതാൻ കാരണം അതാണ്. ഇതിന്റെ യൂണിറ്റ് പറയുമ്പോൾ കിലോഗ്രാം ആൻഡ് കിലോഗ്രാം വിൽ ക്യാൻസൽ ഔട്ട്, കെൽവിൻ ആൻഡ് കെൽവിൻ വിൽ ക്യാൻസൽ ഔട്ട്, കിലോജൂൾ ആൻഡ് കിലോജൂൾ വിൽ ബി ക്യാൻസലിംഗ് ഔട്ട്. ഓക്കെ, സോ ആ മാസിന്റെ യൂണിറ്റ് അപ്പോൾ വരിക, നമുക്ക് കിലോഗ്രാം ക്യാൻസൽ ആവില്ല, എം എന്ന് തന്നെ എഴുതിയേക്കാണ്. സോ കിലോഗ്രാം പെർ സെക്കൻഡിലായിരിക്കും ഇതിന്റെ വാല്യൂ നമുക്ക് കിട്ടുക. So the value will come around 1.38. The unit is important, kilogram per second. അതാണ് നമുക്ക് യൂണിറ്റും വരിക 1.38 kilogram per second. ഒരു ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. We have to find the mass of the air circulated per minute. So this need to be converted into kilogram per minute. How? By multiplying by 60. ഒരു മിനിറ്റ് 60 സെക്കൻഡ് ആണ്. So multiplied by 60 will obtain 82.68 kilogram per minute. ഇത്രയാണ് the mass of the air circulated. Mass of the air circulated obtain ചെയ്തു. Yes, that is one answer. അതാണ് നമുക്ക് ഒരു ഉത്തരം. Okay, next we have to find the coefficient of performance. COP equation നമുക്കറിയാം. COP is equal to refrigerating effect divided by work. അതിലെ വർക്ക് നമുക്ക് അറിയില്ല, നമുക്ക് വർക്ക് കണ്ടുപിടിക്കണം. പക്ഷെ വർക്ക് കണ്ടുപിടിക്കാനുള്ള എല്ലാ ഡാറ്റയും നമ്മുടെ കയ്യിലുണ്ട്. ബിക്കോസ് വി നോ ദ ടെമ്പറേച്ചർ 2 and 3 ടെമ്പറേച്ചർ. ഇത് ശ്രദ്ധിക്കുക, നമ്മുടെ കംപ്രസർ മൊത്തം കംപ്രഷൻ നടക്കുന്നത് 1 to 3 സ്റ്റാർ ആണ്. പക്ഷെ ഈ 1 to 2 എന്നുള്ളത് റാമിംഗ് പ്രോസസ് ആണ്. നമുക്ക് റാമിംഗ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു വർക്കും കൊടുക്കേണ്ട ആവശ്യമില്ല. കാര്യം ഒരു ഒബ്സ്ട്രക്ഷൻ വെച്ചാൽ മാത്രം മതി, നമ്മൾ അതിനൊരു വർക്കും കൊടുക്കുന്നില്ല. സോ ആക്ച്വലി വർക്ക് എന്ന് പറയുന്നത് 2 to 3 സ്റ്റാർ ആയിരിക്കും. സോ ദ ടെമ്പറേച്ചർ ഷുഡ് ബി T2 and T3 സ്റ്റാർ. T3 ഒരിക്കലും എടുക്കരുത്, ബിക്കോസ് അത് ഐഡിയൽ കേസ് ആണ്. ആക്ച്വൽ കേസിലെ 3 സ്റ്റാർ and 2 ഷുഡ് ബി കൺസിഡർഡ് ഫോർ ഫൈൻഡിങ് ദ വർക്ക്. ഇക്വേഷൻ എന്ന് പറയുന്നത് N into M into N into M into R into T high temperature T3 star minus T2
all divided by n minus 1. ഇതാണ് നമ്മുടെ അഡയാബാറ്റിക് വർക്കിന്റെ ഫോർമുലയാണ് നമ്മൾ എഴുതിയേക്കുന്നത്. ദിസ് ഇസ് ആപ്ലിക്കബിൾ എവ്രിവെയർ. അതായത് ഗാമ ബൈ ഗാമ മൈനസ് 1 ഇൻറ്റു എം ഇൻറ്റു ആർ ഇൻറ്റു T3 മൈനസ് T2 സ്റ്റാർ. ഇതാണ് നമ്മുടെ വർക്കിന്റെ യൂണിറ്റ്. ഇതിന്റെ വർക്ക് നമുക്ക് കിട്ടുക കിലോ ജൂൾസിലായിരിക്കും. ഓക്കെ, കിലോ ജൂൾസ് പെർ സെക്കൻഡിലായിരിക്കും കിട്ടുക. കാരണം നമ്മൾ മാസ് എടുക്കുന്നത് നമുക്ക് കിലോഗ്രാം പെർ സെക്കൻഡിലെ മാസ് എടുത്താൽ നമുക്ക് കിലോ വാട്ടിൽ വർക്ക് കിട്ടും. കിലോഗ്രാം പെർ മിനിറ്റിലെ മാസ് കൺസിഡർ ചെയ്ത വേറെ ആൻസർ ആയിരിക്കും വരിക. സോ വി കൺസിഡർ ദിസ് മാസ് ടു ബി 1.38 കിലോഗ്രാം പെർ സെക്കൻഡ്. അപ്പോൾ മാത്രമേ നമുക്ക് കിലോ വാട്ടിൽ വർക്ക് കിട്ടുള്ളൂ. സോ വി സബ്സ്റ്റിറ്റ്യൂട്ട് എവറിത്തിങ്. N-ന്റെ വാല്യൂ 1.4 into mass-ന്റെ value we found out 1.38 kilogram per second. Why we taking kilogram per second? Because we want the unit to be in kilowatt. നമുക്ക് COP കണ്ടുപിടിക്കണം. COP കണ്ടുപിടിക്കണം റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ്. അത് നമുക്ക് അറിയാം കിലോവാട്ടിലാണ്, 97.5 kilowatt. So the unit of work should be also in kilowatt. നമുക്കപ്പോൾ മാസിനെ എഴുതേണ്ടത് കിലോഗ്രാം പെർ സെക്കൻഡിൽ, അപ്പോൾ മാത്രമേ കിലോവാട്ടിൽ കിട്ടുള്ളൂ. Okay, and R of the air is 0.287 kilojoules per kilogram Kelvin. യൂണിറ്റ് ശ്രദ്ധിക്കുക, 287 ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ ആണ്. 0.287 കിലോജൂൾ പെർ കിലോഗ്രാം കെൽവിൻ ആണ് R. യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്, ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റന്റ് ഓഫ് എയറിന്റെ വാല്യൂ 287 joule per kilogram Kelvin or 0.287 kilojoule per kilogram Kelvin. So we have to find kilowatt. So we use 0.287 into temperature difference T3 star. T3 star ന്റെ വാല്യൂ നമുക്കറിയാം 497.9 minus T2. T2 ന്റെ അറിയാം 302 divided by n minus 1.4 minus 1. Okay, one confusion, right? പരിചയമുള്ള ഇക്വേഷൻ ഗാമ ബൈ ഗാമ മൈനസ് 1 ഇൻറ്റു എന്നായിരിക്കും നിങ്ങൾ പഠിച്ചിട്ടുള്ള ഈ പെയിന്റിൽ ചെയ്യുന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. I know 1.4 minus 1 ഗാമ ബൈ ഗാമ മൈനസ് 1 എം ആർ T3 star minus T2. So we'll get the value of work. എത്ര കിട്ടുക? I don't know the answer. Can someone find out? Answer will come around 271 kilowatt. So work നമ്മൾ കണ്ടുപിടിച്ചു. So we find COP. COP means refrigerating effect divided by work. Refrigerating effect we know 97.5 kilowatt. 97.5 kilowatt divided by the work done 271 kilowatt. And the answer will come as 0.359. So this will be the COP. This will be the COP. So we have found the mass flow rate, mass of air circulated per minute, and we found the COP also. So to give the brief introduction and brief conclusion, നമുക്ക് ആദ്യം TS diagram proper ആയിട്ട് വരയ്ക്കുക. ഓരോന്നിനും ഓരോ ഡയഗ്രാം ആയിരിക്കും. So we interpret all the data, അതിനെ കറക്റ്റായിട്ട് പ്ലോട്ട് ചെയ്യുക. എനിക്ക് മാത്രം നമുക്ക് തെറ്റുകൾ കൂടാതെ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. So first draw the TS diagram, write everything that is given
ഗെറ്റ് ഓൾ ദ അതർ ഡാറ്റ. എല്ലാ സമയത്തും നമുക്ക് വേണ്ടത് ഓരോ പോയിന്റിലെയും പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ആയിരിക്കും. എന്താ ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് ടെമ്പറേച്ചർ കൂടിയേ തീരുള്ളൂ. T6 T5 ഇല്ലാണ്ട് എം കണ്ടുപിടിക്കാൻ പറ്റില്ല. വർക്ക് കണ്ടുപിടിക്കണമെങ്കിൽ പോലും T3യും T2യും കൂടിയേ തീരുള്ളൂ. സോ find all the temperatures and pressures at all salient points. After that, you substitute in the right equations, you will get the answer. Okay, നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇല്ലെങ്കിൽ ഒന്നുകൂടെ കേൾക്കുക, മനസ്സിലാക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വരിക, ചോദിക്കുക. താങ്ക് യു.